രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഷാഫി പറമ്പിലിനേറ്റ തിരിച്ചടി. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫിയായിരുന്നു. എന്തിന്റെ യോഗ്യതയിലാണ് രാഹുലിന് സ്ഥാനമാനങ്ങൾ നൽകിയതെന്ന് ഷാഫിയും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കണമെന്ന് ഡോക്ടർ പി സരിൻ പറഞ്ഞു. കോൺഗ്രസുകാരുടെ എതിർപ്പുകൾ മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. ഷാഫി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായി എത്തിയതും രാഹുലായിരുന്നു. എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ പിൻഗാമിയാക്കിയതെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കണമെന്ന് ഡോക്ടർ പി സരിൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്, നിങ്ങൾക്ക് ആ ഫുട്ടേജ് പരിശോധിക്കാം. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ്, അത് കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ടി ഒരു മാസം മുഴുവൻ ഇവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് ജയിപ്പിച്ചെടുക്കുമ്പോൾ ഏത് മെറിറ്റിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് പറ്റിയ പ്രതിനിധി, തനിക്ക് പറ്റിയ പിൻഗാമി എന്ന് ഷാഫി അസന്നിഗ്ധമായി വിശ്വസിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതും പ്രതിപക്ഷ നേതാവിന്റെ എൻഡോഴ്സ്മെന്റോടുകൂടി തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളതിന്റെ ആ എക്സ്ട്രാ മെറിറ്റ് കൂടി സ്ഥാനാർത്ഥിത്വത്തിന് ഗുണകരമാണ് എന്നുള്ള വ്യാഖ്യാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, പാലക്കാടിന്റെ സാധാരണ ജനതയെ പറഞ്ഞ് പറ്റിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല, അത് ഷാഫി പറമ്പിലേക്ക് കൂടി തുടരേണ്ടി വരും. രാഹുലിന്റെ ഇടപാടുകളെ കുറിച്ചെല്ലാം ഷാഫിക്ക് അറിവുണ്ടായിരുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഷാഫിയോടും രാഹുലിനോടും എതിർപ്പുള്ളവരാണ് പാലക്കാട്ടെ കോൺഗ്രസുകാരിൽ ഭൂരിഭാഗവും. DCC പ്രസിഡന്റ് എ തങ്കപ്പനും VK ശ്രീകണ്ഠൻ MPയും എതിർപ്പുകൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസ് വിട്ട് പുറത്തുവന്ന ഡോക്ടർ പി സരിനും AK ഷാനിബും ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.